ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമുക്ക് ശാന്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കീഴ്ശാന്തിയുണ്ട്, മേൽശാന്തിയുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് സുപരിചിതങ്ങളായ പദങ്ങളാണ്. എന്നാൽ ഈ പുറപ്പെടാ ശാന്തി എന്നൊരു വസ്തുതയുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ, എസ്പെഷ്യലി ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ പുറപ്പെടാ ശാന്തി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സാങ്കത്യം എന്താണ് അതിൻ്റെ ഒരു അർത്ഥതലം? കാരണം അതിൻ്റെ കൂടെ പറയുന്നത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപക്ഷെ ദിവസം വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷെ എന്നാൽ വീട്ടിൽ പോയി വരാന്നുള്ള സ്ഥലങ്ങളിൽ പോലും ഇങ്ങനെയുള്ള പുറപ്പെടാ ശാന്തിമാരെ ഉണ്ട്. എന്താണ് അതിന്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത്? അതിന്റെ സാങ്കത്യം ശാന്തി എന്നുള്ള പദത്തിനേക്കാൾ അർച്ചകൻ എന്നുള്ള പദം അവിടെ പ്രയോഗിച്ചാൽ അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ് ശില ശങ്കരനായി മാറേണ്ടത്. സ്വാഭാവികമായിട്ടും തന്ത്രിക്ക് ദേവന്റെ ആചാര്യസ്ഥാനമാണെങ്കിൽ, പിതൃസ്ഥാനം എന്ന് പലരും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, ആചാര്യസ്ഥാനമാണ്. മാതൃസ്ഥാനം മേൽശാന്തിക്കാണ്, ദേവന്റെ അല്ലെ ദേവിയുടെ മാതൃസ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതില് സൂക്ഷ്മമായ തന്ത്രനിയമങ്ങൾ അനുസരിച്ച് അതത് ദേവന്റെ ഉപാസകൻ മാത്രമേ അതത് ദേവനെ പൂജിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പൂജ കഴിക്കാൻ അധികാരി ശൈവ സാധകന് മാത്രമാണ് ഉള്ളത്, അധികാരമുള്ളത്. വിഷ്ണു ക്ഷേത്രത്തിൽ പൂജിക്കാൻ അധികാരി വൈഷ്ണവ സാധകൻ മാത്രമാണ്. ഭദ്രകാളിയെ പൂജിക്കാൻ അധികാരി ഭദ്രോപാസകൻ മാത്രമാണ്, ലളിതോപാസകൻ പോലും അല്ല. അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളിലെ ഒരു ക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, തന്ത്രി മേൽശാന്തിക്ക് മന്ത്രദീക്ഷ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ക്രിയയുണ്ട്. അവരോധം എന്നാണ് അതിൻ്റെ പേര്, അവരോധം. അപ്പോൾ തന്ത്രി മേൽശാന്തിക്ക് കലശം പൂജിച്ചാടി മന്ത്രദീക്ഷ കൊടുത്ത്, ആ ദേവന്റെ മന്ത്രദീക്ഷ, അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്റെ മന്ത്രദീക്ഷ കൊടുത്ത് ആ ദേവന്റെ ഉപാസകനായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് മേൽശാന്തി പദം ഏൽപ്പിക്കുന്ന ചടങ്ങുണ്ട്. സ്വാഭാവികമായും മഹാക്ഷേത്രങ്ങളിൽ വിശദമായിട്ടുള്ള ക്രിയകളുണ്ടാവും. 5 പൂജയും 3 ശീവേലിയും കലശവും അങ്ങനെയൊക്കെയുള്ള ക്രിയകൾ മഹാക്ഷേത്രങ്ങൾ ഉണ്ടാവും. ദിവസവും മഹാക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ കൊട്ടാരക്കര അമ്പലത്തിൽ ദിവസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ അംശത്തിനെ നവകവും പഞ്ചഗവ്യവും ദിവസമുണ്ട്. അപ്പൊ അതിനെങ്ങനെ അഭിഷേകം ചെയ്യുന്നതിന് കലശമാടുക എന്ന് പറയാം. അതെ, ഉച്ചപൂജയ്ക്ക് കലശമാടും. അപ്പൊ 5 പൂജയും 3 ശിവലിയും നവകവും പഞ്ചഗവ്യവും നിത്യേനയുള്ള ക്ഷേത്രങ്ങളാണ്. നവകം എന്ന് വെച്ചാൽ 9 കലശം വെച്ചുള്ള കലശക്രിയയുടെ പേരാണ് നവകം. ഒരു ബ്രഹ്മകലശവും 8 പരികലശവും. പഞ്ചഗവ്യം നിത്യ മറ്റൊരു കലശത്തിൽ പഞ്ചഗവ്യവും പൂജിച്ച് ഭഗവാനാടും ഭഗവതിക്കാടും. അപ്പൊ ഇത് നിത്യേനയുണ്ട്. അപ്പൊ ഇത് ഇത്രയും വിശദമായ താന്ത്രിക ക്രിയകള് ചെയ്യാൻ മതിയായ താപസനായിരിക്കണം മേൽശാന്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും പൂജ കഴിഞ്ഞുള്ള സമയം മതിൽക്കകത്ത് ആ ദേവനെ തന്നെ ഉപാസിച്ച് ആ ദേവന്റെ തന്നെ നിവേദ്യം ഭക്ഷിച്ച് കഴിയണം എന്നാണ് നിയമം. അതാണ് പുറപ്പെടാശാന്തി. ഇത്ര വിശദക്രിയ ചെയ്യാൻ മതിയായ തപസ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിലെ ഗുരുവായൂർ ഇവിടെയൊക്കെ അവരോധമുണ്ട്. ആ അവരോധം കഴിഞ്ഞ ആളെ അവിടെ പൂജിക്കാൻ പാടുള്ളൂ. അപ്പോ മതിയായ തരത്തില് തപസ്സുള്ള ആചാര്യൻ അല്ലെ മേൽശാന്തി വേണം ഇതിനൊക്കെ. അതിനായിട്ടും കൂടാണ് പുറപ്പെടാശാന്തി എന്നൊരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് ഒരു അർത്ഥ സന്യാസിയാക്കി മാറ്റുകയാണ്. ആ ദേവനെ മാത്രം ഉപാസിച്ച് ആ ദേവന്റെ മാത്രം നിവേദ്യം ഭക്ഷിച്ച്, ഭക്ഷണം ആ ദേവന്റെ നിവേദിച്ചത് മാത്രമായിരിക്കണം എന്നാണ്. നിവേദ്യം ഭക്ഷിച്ച് സന്യാസി വലിയൊരു സാധനയും ത്യാഗവും ആണ്. അത് സന്യാസി തുല്യമായ ചര്യകളോടുകൂടി ക്ഷേത്രത്തിനകത്ത് കഴിയണം.
അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് കൊലപാരായ്മകൾ പോലും ബാധകമല്ലെന്നാണ്. ഇല്ലത്ത് കൊലയോ പാലായ്മയോ വന്നാൽ പോലും പുറപ്പെടാശാന്തിയായിട്ട് ഇട്ടാൽ ആ പുറപ്പെടാശാന്തി അത് ഒഴിയുന്നവരെ അദ്ദേഹത്തിന് ബാധകമല്ല. ശബരിമലയിൽ അദ്ദേഹത്തിന് പടിയേറാൻ പറ്റില്ലെന്നുള്ള ഒരു വാർത്ത കേട്ടാൽ അത് സ്വാഭാവികമായിട്ടൊരു ഇമോഷണൽ റിലേഷൻസ് വരുമല്ലോ. ഇങ്ങനെ നിയമം ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഇല്ലത്ത് ആരെങ്കിലും മരിച്ചാൽ പോയില്ലേ. അതെ 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 അങ്ങനെയാണ്. അല്ല ഇപ്പൊ അങ്ങനെ കേട്ടായിരുന്നു അല്ലേ? അങ്ങനെ അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു വ്യവസ്ഥ. അപ്പൊ അതുപോലെ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ, ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കൂടാന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലെ ദേവന്റെ അല്ലെ ദേവിയുടെ പരിവാരമൂർത്തികളുടെ വിഹാര സമയം എന്നാണ്. പരിവാരമൂർത്തികളുടെ വിഹാര സമയമാണ്. അവിടെ പിന്നെ മനുഷ്യന് പ്രവേശനമുള്ള സമയമല്ല, അത് കഴിഞ്ഞു, അത് അവരുടെ സമയമാണ്. അപ്പം അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് അതിനുശേഷം അങ്ങോട്ട് കിടക്കാൻ പാടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വാമിയാർ മഠമുണ്ടല്ലോ. ഇപ്പോൾ ഈ പുറപ്പെടാശാന്തിയുടെ കാര്യം അങ്ങ് ചോദിച്ചതിൻ്റെ കുറച്ചുകൂടെ വിപുലീകൃത രൂപമാണ്. മഹാക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിക്കായിട്ട് സ്വാമിയാർമാരെ മഹാരാജാവ് വന്ന് സ്വീകരിച്ച് നിയമിച്ചിരുന്നത്. പല മഹാക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കോട്ടയം തിരുനക്കരയുണ്ട്, തിരുവാർപ്പിലുണ്ട്, ഇവിടൊക്കെ മഠങ്ങളുണ്ട്. തിരുവട്ടാറ്റ് ആദികേശവ സ്വാമി ക്ഷേത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ഈ ഇവിടങ്ങളിലെ മഠങ്ങളിൽ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് തൃശ്ശൂർ നടുവിലെ മഠത്തിൽ നിന്നോ ഇടയിലെ മഠത്തിൽ നിന്നോ തൃക്കൈക്കാട്ട് മഠത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു മഠത്തിലെ കീഴ്മഠമായിട്ട് ഒരാളെ സന്യസിപ്പിച്ചയക്കണം. അദ്ദേഹം 3 സന്ധ്യകളിലും 4000 പ്രണവം വീതം ജപിച്ച് 12000 പ്രണവം നിത്യേന ജപിച്ച് സാധന ചെയ്യുന്ന, ബാക്കി സമയം ശാസ്ത്രവാക്യ ശ്രവണം മാത്രമായിട്ടിരിക്കുന്ന തീവ്രനായ സാധകനാണ്. ആ സാധനയുള്ളവരുടെ പുഷ്പാഞ്ജലി ഈ ക്ഷേത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ആ ചൈതന്യവൃത്തിക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് സന്യാസി പൂജ. അത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന പുഷ്പാഞ്ജലി. അതല്ല ഈ സ്വാമിയാർമാരുടെ പുഷ്പാഞ്ജലിയും ഈ ആവശ്യത്തിലേക്കാണ്. മഹാതാപസന്റെ പുഷ്പാഞ്ജലി അവിടെ വേണം എന്നുള്ളതിനാണ്. അപ്പൊ അതേപോലെ ഒരു ചോദ്യം വന്നത്, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെടി വഴിപാട് വെക്കാറുണ്ടല്ലോ, ശരിക്കും അത് ഈ കുണ്ടലിനി ഉണർത്തുന്നതിന് വേണ്ടിയാണ്? കുണ്ടലിനി ഉണരുമ്പോൾ അനാഹത ധ്വനികൾ പുറപ്പെടും. എന്നുവെച്ചാൽ ആഹതമില്ലാതെ ഉള്ള, എന്നുവെച്ചാൽ ആഘാതം ഏൽപ്പിക്കാതെ വരുന്ന ഒച്ചയാണ് അനാഹത ധ്വനി എന്ന് പറയുന്നത്. കുണ്ടലിനി ഉണർന്ന് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനാഹത ധ്വനികളുടെ പ്രതീകമായിട്ടാണ് ഈ വെടി വഴിപാടായാലും മണിയൊച്ചയായാലും വാദ്യമേളങ്ങളായാലും എല്ലാം ഇതിന്റെ വിവിധ രൂപങ്ങളായിട്ടാണ് വരുന്നത്. കണ്ണടച്ച് ഇങ്ങനെ നമ്മൾ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വെടിശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കുണ്ടലിനി ഉണർന്ന് മുകളിലോട്ട് പോകാനുണ്ടെന്ന് അങ്ങനെ അതല്ലാതെ അനാഹത ധ്വനിയുടെ പ്രതീകം കൂടാണ് ഇതെല്ലാം. അതല്ല ഈ ഭേരീനാദം, പഞ്ചഭൂതങ്ങളെ ഭേരീനാദം തുടങ്ങി ശംഖനാദം തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന സാധനയിൽ ഉള്ളിൽ നിന്ന് മുഴങ്ങുന്ന മഹാധ്വനികളുടെ പുറത്തെ പ്രതീകങ്ങളായിട്ടുണ്ട്. അപ്പൊ അതേപോലെ പല ക്ഷേത്രങ്ങളിൽ നമ്മൾ മൂലസ്ഥാനം എന്ന് പറയുന്നൊരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അനന്തങ്കാടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിന്റെ എന്താണ് അതിന്റെ? ആദ്യമായിട്ട് ആ ദേവനെ ഏതെങ്കിലും ഒരു സിദ്ധൻ ദർശിച്ച സ്ഥലമായിരിക്കും, സിദ്ധനോ അല്ലെങ്കിൽ ഭക്തനോ ദർശിച്ച സ്ഥലമാണ് അതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അത് ആ ക്ഷേത്ര തുല്യമായ ശുദ്ധി അവിടെ സൂക്ഷിക്കണം എന്നാണ്. മൂലസ്ഥാനത്ത് അശുദ്ധി ബാധിച്ചാൽ അമ്പലത്തിലും പുണ്യാഹം വേണമെന്നാണ് നിയമം. അപ്പൊ അതേപോലെ പിന്നെ ശങ്കരാചാര്യർ ഭഗവത്പാദരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ സൗന്ദര്യലഹരി എഴുതിയത് അദ്ദേഹം കൈലാസത്ത് പോയപ്പോഴിങ്ങനെ ശിവഭഗവാൻ എഴുതിയിട്ടിരുന്നു എന്നും, അങ്ങനെ അദ്ദേഹം അതൊന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ച് അനുവാദം കിട്ടി. 1ാമത്തത് എഴുതുമ്പോൾ ഗണപതി ഭഗവാൻ 100ാമത്തെ മായ്ച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സങ്കല്പ കഥ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇല്ല, ശരി, അപ്പൊ പിന്നെ വേണ്ട, വിട്ടേക്കാം. അപ്പൊ അതിന് പകുതി അദ്ദേഹം എഴുതിയതാണെന്ന് ഇങ്ങനെ ഒരു വാർത്തകൾ കേട്ടു. ശരി, ഒന്ന് കേട്ടാ.